മനോഹരമായ ഗ്രാമം. ചെറിയ വേനൽ മഴയ്ക്കുള്ള സാധ്യത അന്തരീക്ഷത്തിലുണ്ട്. ആശ്വാസകരമാണ് നമ്മൾക്ക്. പക്ഷേ കർഷകരെ സംബന്ധിച്ച്, കോൾപ്പാടത്ത് വിളയിറക്കിയിരിക്കുന്ന കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ പെയ്യുന്ന മഴ അവർക്ക് വലിയ വിഷമമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാര്യം വിളയെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇനി രാഷ്ട്രീയ വിളവെടുപ്പിലേക്ക് വന്നാൽ എന്താണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്? ഇന്നത്തെ ദിവസം എന്തായാലും വളരെ ഡ്രാമ നിറഞ്ഞതായിരിക്കും കേട്ടോ. വളരെ സജീവമായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും ഒറ്റക്കെട്ടായിട്ട് വരുന്നു. പിണങ്ങി നിന്ന മമതാ ബാനർജി പോലും ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന് ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നു. തൃശ്ശൂരിലും അത് ബാധിക്കൂ? സുരേഷ് ഗോപി ബാധിക്കൂ? ഇത് തീർച്ചയായും ബാധിക്കും. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അല്ലാണ്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷനോട് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് അവർക്ക് പോകേണ്ട യാതൊരു സാഹചര്യമില്ല. ഇതാണ് ഈ തൃശ്ശൂരിലെ മൊത്തത്തിലൊരു സാധ്യത. എന്താ ഇപ്പോൾ തൃശ്ശൂരിൽ മൊത്തത്തിൽ സഖാവ് വി എസ് സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ പാടശേഖരങ്ങളിലെല്ലാം വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സഖാവാണ് മുൻ കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടെ സുനിൽകുമാർ ജയിക്കും. ഓക്കെ, തൃശ്ശൂരിൽ സുനിൽകുമാർ ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഇവിടെ എന്താ അവസ്ഥ? തീർച്ചയായിട്ടും ഇവിടെ എന്താ അവസ്ഥ? സുനിൽകുമാർ ജയിക്കും. സാധ്യത എന്താ ഇവിടെ? ചേട്ടൻ എന്താ പറഞ്ഞു? അല്ല, തിരിച്ചാ എന്റെ പ്രതീക്ഷ സുരേഷ് ഗോപി ജയിക്കുന്നു. ഉറപ്പായിട്ടും ജയിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരുന്നു. അവസാന നിമിഷം ഇത്തരം നാടകീയമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. കള്ളന്മാരെല്ലാവരും ഒന്നിക്കും. നല്ല മഴ എല്ലാവരും ഒന്നിക്കും. എപ്പോഴും ഒന്നിക്കും. നമുക്ക് ആ ചായപ്പിലൂടെ കയറി നിൽക്കാം. അപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് പുള്ളൂരിലാണ്. നോക്കൂ, വേനൽ മഴ പെയ്യുന്നു. യഥാർത്ഥത്തിൽ വൈശാലി എന്ന സിനിമയിലെ ഒരു അന്തരീക്ഷം പോലെയാണ് അല്ലേ? എത്ര കാലമായിട്ട് കൊതിച്ച് നിൽക്കുന്നത്. കുറച്ച് വീഴട്ടെ, നമുക്കൊന്ന് കൊണ്ടുപോക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വേനൽ മഴ പെയ്തു തുടങ്ങുന്ന സമയമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ തൃശ്ശൂരിൽ പുള്ളിൽ നിന്ന് ഈ മഴ നനയാനും ഒരു പ്രത്യേക സുഖമാണ്. രാവിലെ എന്തായാലും ഒരു 10 തുള്ളിയും കൂടെ കൊണ്ടിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തൃശ്ശൂരിൽ പുള്ളിലാണ്. ഞാൻ പറഞ്ഞതുപോലെ പുള്ളിൽ മഴ പെയ്യുമ്പോൾ 2 തരത്തിലാണ് ഇതിനെ നമ്മൾ സ്വീകരിക്കുക. ഒന്ന്, കർഷകരെ സംബന്ധിച്ച് പുള്ളിൽ പെയ്യുന്ന മഴ ഈ കോൾപ്പാടത്തെ വിളയെ ബാധിക്കുമെന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു. എന്നാൽ അവിടുത്തെ വിനോദസഞ്ചാരികൾ നമ്മളെപ്പോലെ പലപ്പോഴും വന്ന് റിപ്പോർട്ട് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ മഴയുടെ സൗന്ദര്യം രസമാണ്. ആ വെള്ളം ഇങ്ങനെ ദേഹത്ത് വീഴുമ്പോൾ ഒരു സുഖമുണ്ട്. അത് അനുഭവിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ മഴയത്ത് നിന്നത്. കുട തൽക്കാലം ഒഴിവാക്കി നിൽക്കുന്നതും അതാണ്. മനോഹരമായ കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ആ കാഴ്ച കണ്ട് നിങ്ങളൊന്ന് ആസ്വദിക്കൂ. പക്ഷേ രാഷ്ട്രീയം വളരെ ചൂടുപിടിക്കുകയാണ്. അവിടെ ചെറിയ വേനൽ മഴയുടെ ആശ്വാസം പോലുമില്ല. നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേനൽ മഴയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മഴ പെയ്യുമ്പോൾ ഈ പുതുമണ്ണ് മണം വരും അല്ലേ? മണ്ണിൻ്റെ പുതുമണം എന്ന് പറയും. ആ മണ്ണിൻ്റെ മണം ഇങ്ങനെ വരുന്നത് വളരെ രസകരമായിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള സ്മെല്ലാണ്. അതിപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഈ പുള്ളിൽ നിന്ന്. 2, ഈ പുള്ളിലെ കോൾപ്പാടങ്ങളിലും ഈ തണ്ണീർപ്പാടങ്ങളിലും ഈ ചെറിയ അരുവിയിലും തോട്ടിലുമെല്ലാം മഴ പെയ്യുന്നത് കാണാനുള്ള ഭംഗി ഈ പ്രഭാതത്തിലെ മനോഹരമായ കാഴ്ചയാണ്. പ്രത്യേകിച്ച് വേനൽ ചൂടിൽ നമ്മൾ പാലക്കാട് മുതൽ യാത്ര തുടങ്ങിയതാണ്. 38 ഡിഗ്രി 39 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നിൽക്കുമ്പോൾ ഈ ചെറിയ വേനൽ മഴ എന്നുള്ളത് കരളിന് കുളിര് കോരുന്നതാണ് എന്നതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അത് പ്രേക്ഷകരെ അനുഭവിപ്പിക്കുകയായിരുന്നു തൽക്കാലം മഴ നനഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത്. ഇനി മഴ നനഞ്ഞാൽ ചിലപ്പോൾ പനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്കൊപ്പം നമ്മുടെ പുള്ളിലെ നാട്ടുകാരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് പുള്ള്.